ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു ലൈവില്. ആദ്യം തന്നെ ബിഗ് ബോസ് ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ വൻ ബോറായിരുന്നു എന്ന പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു ഒന്ന് തീർക്കണേ. അത് ബിഗ് ബോസ് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവര് നല്ലപോലെ കളിച്ചോളും. അപ്പോൾ നോമിനേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗബ്രി പറഞ്ഞത് ശ്രീതു, ജാസ്മിൻ എന്നിവരുടെ പേരുകളാണ്. ജാസ്മിൻ പറഞ്ഞ പേരുകൾ അൻസിബ, ഗബ്രി. ജാൻമോണി പറഞ്ഞത് അൻസിബ, സിജോ. യമുന പറഞ്ഞത് അപ്സര, ഋഷി എന്നിവരുടെ പേരുകളാണ്. പിന്നെ ശ്രീരേഖ പറഞ്ഞത് ഗബ്രി, റോക്കി. നിഷാന പറഞ്ഞത് നോറ, സിജോ. ജിൻഡോ പറഞ്ഞത് അൻസിബ, റോക്കി. റസ്മിൻ പറഞ്ഞത് നോറ, അൻസിബ. നോറ പറഞ്ഞത് അൻസിബ, സുരേഷ്. സുരേഷ് പറഞ്ഞത് റോക്കി, നോറ. ശരണ്യ പറഞ്ഞത് ശ്രീതു, റോക്കി. ശ്രീതു പറഞ്ഞത് റോക്കി, ശരണ്യ. സിജോ പറഞ്ഞത് അൻസിബ, ഋഷി എന്നിവരുടെ പേരുകളാണ്. അർജുൻ പറഞ്ഞത് റോക്കി, സിജോ എന്നിവരുടെ പേരുകളാണ്. അൻസിബ പറഞ്ഞത് റോക്കി, ശരണ്യ. ഋഷി പറഞ്ഞത് റോക്കി, സിജോ. റോക്കി പറഞ്ഞത് ശരണ്യ, ശ്രീതു. അപ്സര പറഞ്ഞത് ഷിജോ, അതേപോലെ തന്നെ റോക്കി. റോക്കിക്കാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് വന്നത് ക്യാപ്റ്റൻ ആവാൻ. ഞാനിതിപ്പോ വായിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. 9 വോട്ടുകളാണ് റോക്കിക്ക് കിട്ടിയത്, 6 വോട്ടുകളാണ് അൻസിബയ്ക്ക് കിട്ടിയത്, 5 വോട്ടുകളാണ് സിജോയ്ക്ക് കിട്ടിയത് ക്യാപ്റ്റൻ ആവാൻ. ഇവര് 3 പേരും, സിജോ, റോക്കി, അൻസിബ, ഇവരാണ് ക്യാപ്റ്റൻസിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ ആര് ക്യാപ്റ്റൻ ആയാലും പൊളിയായിരിക്കും. 3 പേരും നല്ല രീതിയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റോക്കിക്ക് 9 വോട്ട് കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ്. അപ്പൊ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും റോക്കി ബൈ വൻ ഹാപ്പിയാണ്. ക്യാപ്റ്റൻസിയിൽ മിക്കവാറും പുള്ളി തന്നെ ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.